ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ ഐഡിയൽ സ്ട്രക്ചർ ഓഫ് എഫ് ഓഫ് എക്സ്. നമുക്കറിയാവുന്ന ആൾക്കാരാണ് റിംഗ് ഓഫ് പോളിനോമിയൽസ് അല്ലേ. ഇവിടെ റിംഗ് ഓഫ് പോളിനോമിയൽസ് വിത്ത് കോയിഫിഷ്യൻസ് കമ്മിങ് ഫ്രം എഫ് ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ആ എഫ് ഓഫ് എക്സിനകത്ത് എങ്ങനെയാണ് ഐഡിയൽസ് ഉണ്ടാവുക, ആ ഐഡിയൽസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്താ വാട്ട് ഈസ് എൻ ഐഡിയൽ ജനറേറ്റഡ് ബൈ ആൻ എലമെൻറ്റ്. ഓക്കെ, എന്താ ഇഫ് ആർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് എ എലമെൻറ്റ് ഓഫ് ആർ, then ideal RA such that R element of R of all multiples of A is the principal ideal generated by A. നമ്മൾ ആൾറെഡി പ്രൂവ് ചെയ്താണ് പ്രിൻസിപ്പൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. പ്രിൻസിപ്പൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ എ എന്ന് പറഞ്ഞ എലമെൻറ്റിനെ റിങ്ങിലെ എല്ലാ എലമെൻറ്റ്സും വെച്ച് നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ആണെങ്കിൽ അവർ അഡീഷൻ എടുത്തത് അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. മാത്രമല്ല വീണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും അത് ആ ഐഡിയലിനകത്ത് തന്നെ വന്ന് കിടക്കും. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞ എലമെൻറ്റ് കൊണ്ടാണ് ഇതിൽ ആ റിങ് കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കും ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എ എന്ന് വിളിക്കും. ഓക്കെ, നൊട്ടേഷൻ ഈ രീതിയിലാണ്. ആൻഡ് ഐഡിയൽ എൻ ഓഫ് ആർ ഈസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ ഇഫ് എൻ ഈക്വൽ ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ എ ഫോർ സം എ എലമെൻറ്റ് ഓഫ് ആർ. ഓക്കെ, അപ്പോൾ ഏത് എലമെൻ്റ് എടുത്താലും നമുക്ക് അത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഏതെങ്കിലും ഒരു ഐഡിയൽ എടുത്താൽ ഒരു സിംഗിൾ എലമെൻറ്റ് വെച്ച് ജനറേറ്റ് ചെയ്താണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, പ്രിൻസിപ്പൽ ഐഡിയൽ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സെഡിനകത്താണെങ്കിൽ 2Z എന്ന് പറയുന്നത് എന്താ, 2 പറഞ്ഞ എലമെൻറ്റ് ഇരിക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് 2n ഫോർ എവരി n എലമെൻറ്റ് ഓഫ് Z ആണ്. ദാറ്റ് ഈസ് എന്താ, ദിസ് ഈസ് ആൻ ഐഡിയൽ ജനറേറ്റഡ് ബൈ 2 ആണ്. സോ സിമിലർലി NZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഐഡിയൽ ജനറേറ്റഡ് ബൈ n ആണ് അല്ലേ. അതുപോലെ ഇപ്പോൾ ആ ഒരു ഫീൽഡ് എടുത്താൽ ആ ഫീൽഡ് എന്ന് പറയുന്നത് ഐഡിയൽ ജനറേറ്റഡ് ബൈ 1 ആണ്. 1 മാത്രമല്ല ഏത് യൂണിറ്റ് വേണമെങ്കിൽ അവിടെ എഴുതാം. 0 ഒഴികെ ഏത് എലമെൻറ്റ് എഴുതിയൊന്നും വിരോധമില്ല. സോ എവരി ഐഡിയൽ ഓഫ് Z ഈസ് ഓഫ് ദ ഫോം NZ വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ n. സോ എവരി ഐഡിയൽ ഓഫ് Z ആർ പ്രിൻസിപ്പൽ ഐഡിയൽ. ഇവിടെ നിന്ന് കിട്ടിയ കാര്യം നോക്കുക, സെഡിൻ്റെ എല്ലാ ഐഡിയൽസും എന്താണ്, പ്രിൻസിപ്പൽ ഐഡിയൽസ് ആണ്. ഓക്കെ, നൗ എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഐഡിയൽ കൺസിഡർ ചെയ്യണം. എങ്ങനെ കൺസിഡർ ചെയ്യണേ, ദ ഐഡിയൽ എക്സ് ഇൻ എഫ് ഓഫ് എക്സ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഇൻ എഫ് ഓഫ് എക്സ് ഹാവിങ് 0 കോൺസ്റ്റൻറ്റ്. എന്ന് വെച്ചാൽ ഈ എടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കുക, എങ്ങനെയാണ് കിട്ടണേ എന്നുള്ളത്. ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, എക്സ് ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യും, എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഫോർ എവരി പി ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അല്ലേ. ഇങ്ങനെ എടുത്താൽ എന്തുണ്ടാവും, ആ പോളിനോമിയലിന് ഒരിക്കലും എന്തുണ്ടാവില്ല, കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടാവില്ല അല്ലേ. കാരണം എക്സ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ആണ്. സോ എവിടെയൊക്കെ കോൺസ്റ്റൻറ്റ് ടേം, പി ഓഫ് എക്സിന് കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടെങ്കിൽ പോലും ആ പോളിനോമിയൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് എടുക്കുന്നത് വെച്ചാൽ എൻ്റെ പി ഓഫ് എക്സ് വെച്ചാൽ ഇൻറ്റു എക്സ് ചെയ്താൽ എന്തായി മാറും, ഇത് എക്സ് ക്യൂബ് പ്ലസ് എക്സ് ആയി മാറും. ദാറ്റ് മീൻസ് ഈ കോൺസ്റ്റൻറ്റ് ടേം എന്തായി പോവും, ഇല്ലാതായി പോവും അല്ലേ. സോ കോൺസ്റ്റൻറ്റ് ടേം 0 ആയിട്ടുള്ള പോളിനോമിയൽസിൻ്റെ കളക്ഷനാണ് ആര്, ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിയറാണ് ഇഫ് എഫ് ഈസ് എ ഫീൽഡ് ദെൻ എവറി ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഈസ് പ്രിൻസിപ്പൽ. നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. എഫ് ഫീൽഡ് ആണെങ്കിൽ ആ ഫീൽഡിനകത്തുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ റിങ്ങിനകത്തുള്ള എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പൽ ആയിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ ഐഡിയൽസും ഒരു സിംഗിൾ പോളിനോമിയൽ വെച്ച് ജനറേറ്റ് ചെയ്തായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ചെയ്യാൻ എളുപ്പമാവും. സോ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം പോകുന്നത് എക്സാക്ട്ലി ഒന്നുമില്ല, നമ്മുടെ ഡിവിഷൻ അൽഗോരിതമാണ് എക്സാക്ട്ലി നമ്മൾ പ്രൂഫിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. If f is a field, then every ideal in f of x is principal. ഓക്കെ, നമ്മൾ എന്തെടുക്കണേ, നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യുക, അപ്പോൾ ഏതെങ്കിലും ഒരു ഐഡിയൽ എടുക്കുക ആരുടെ, എഫ് ഓഫ് എക്സിൻ്റെ. ആ ഐഡിയൽ എടുത്തിട്ട് എന്താണെന്ന് കാണിക്കണം, ആ പർട്ടിക്കുലർ ഐഡിയൽ ഒരു എലമെൻറ്റ് വെച്ച് ജനറേറ്റ് ചെയ്താന്നുള്ളത് കാണിക്കണം അല്ലേ. ഓക്കെ, ലെറ്റ് എൻ ബി ആൻ ഐഡിയൽ ഓഫ് എഫ് ഓഫ് എക്സ്. എൻ ഒരു ഐഡിയലാണെന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, എൻ ഈക്വൽ ടു സിംഗിൾട്ടൺ 0 ആണെങ്കിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. അവർ എൻ ഐഡിയൽ എടുത്തു. എൻ ഈക്വൽ ടു സിംഗിൾട്ടൺ 0 ആണെങ്കിൽ എന്താ ഉറപ്പാണ്, എന്താണ്, എൻ ജനറേറ്റഡ് ബൈ സിംഗിൾട്ടൺ 0 പോളിനോമിയലാണ്. സോ ഒന്നും ചെയ്യാനില്ല. സോ നമ്മുടെ അടുത്ത അസംപ്ഷൻ പ്രകാരം എന്താ, എൻ നോട്ട് ഈക്വൽ ടു ആരെടുക്കണം,
സിംഗിൾട്ടൺ 0 എടുക്കണം. n നോട്ട് ഈക്വൽ ടു സിംഗിൾട്ടൺ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഉറപ്പായിട്ടും ആ ഐഡിയലിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നോൺ സീറോ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് അല്ലേ? ഇനി എന്ത് ചെയ്യാം? അങ്ങനെയുള്ള എന്നിലുള്ള പോളിനോമിയൽസിൻ്റെ എല്ലാവരുടെയും എന്തെടുക്കുക? ഡിഗ്രീസ് എടുത്തിട്ട് ആ ഡിഗ്രീസിൽ ഏറ്റവും മിനിമം വരുന്ന ഒരു പോളിനോമിയലിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്താ ചെയ്യണമെന്ന് നോക്കുക. ഇഫ് n ഈസ് നോട്ട് ഈക്വൽ ടു 0, ലെറ്റ് g of x be a നോൺ സീറോ എലമെൻറ്റ് ഓഫ് n ഓഫ് മിനിമൽ ഡിഗ്രി. അപ്പോൾ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്? g of xൻ്റെ സെലക്ഷൻ ശ്രദ്ധിക്കുക. g of x എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഐഡിയൽസിനകത്തുനിന്ന് ഉള്ള പോളിനോമിയൽസിൽ വെച്ച് ഏറ്റവും ഡിഗ്രി കുറവുള്ള ഒരാളെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇഫ് ദ ഡിഗ്രി ഓഫ് g of x ഈസ് 0, ഡിഗ്രി ഓഫ് g of x 0 ആണെങ്കിൽ എന്താ ഉണ്ടാവുക? ഡിഗ്രി ഓഫ് g of x 0 എന്ന് പറഞ്ഞാൽ അർത്ഥം g of x ഒരു കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണെന്നാണ് അർത്ഥം അല്ലേ? കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് എവിടെയുള്ളതാണ്? എഫിൽ നിന്ന് വരുന്ന കൊയിഫിഷ്യൻ്റ് ആണ് അല്ലേ? എഫിൽ നിന്ന് വരുന്നതായതുകൊണ്ട് അയാൾ എന്താ ഉണ്ടാക്കുക? എഫ് എന്നുള്ള ആളായതുകൊണ്ട് നോൺ സീറോ ആയ ആളായതുകൊണ്ട് അയാൾക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും അല്ലേ? ദാറ്റ് മീൻസ് അയാൾ ഉള്ള ഐഡിയൽ ഓട്ടോമാറ്റിക്കലി എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി ഫുൾ റിംഗ് ആയി മാറും. അതായത് എഫ് ഓഫ് എക്സ് ആയി മാറും. സോ n ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയി മാറും. ദാറ്റ് ഈസ് ജനറേറ്റഡ് ബൈ സിംഗിൾട്ടൺ 1 എഴുതാനും പറ്റും. ഓക്കെ, സോ ആ കേസും കഴിഞ്ഞു. സോ 2 കേസുകളാണ് കൺസിഡർ ചെയ്തത്. ഒന്നാമത്തെ കേസ് n ഈക്വൽ ടു 0 എന്നുള്ള കേസ്. രണ്ടാമത്തെ കേസിൽ ഒരു മിനിമൽ ഡിഗ്രിയുള്ള പോളിനോമിയൽ എടുത്തു. ആ മിനിമൽ ഡിഗ്രിയുള്ള പോളിനോമിയലിൽ ഡിഗ്രി 0 എന്ന് എടുത്താൽ എന്ത് സംഭവിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത അസംഷൻ എന്താ? നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള g of xൻ്റെ ഡിഗ്രി 0 അല്ല അല്ലേ? സോ ഇഫ് ദ ഡിഗ്രി ഓഫ് g of x ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോളിനോമിയൽ എവിടെ നിന്ന് എടുക്കുന്നു? ഒരു പോളിനോമിയൽ n നിന്ന് വേറൊരു പോളിനോമിയൽ കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എനി പോളിനോമിയൽ ഇൻ n. നമ്മുടെ അസംഷൻ എന്താ? നമ്മുടെ അസംഷൻ പ്രകാരം g of x ആണ് എന്നിനകത്തുള്ള ഏറ്റവും മിനിമൽ ഡിഗ്രിയുള്ള പോളിനോമിയൽ അല്ലേ? സോ എഫ് ഓഫ് എക്സും അതിനകത്തുള്ള എന്നിലുള്ള അത് പോളിനോമിയലാണ്. അപ്പോൾ ബൈ ഡിവിഷൻ അൽഗോരിതം പ്രകാരം, അതായത് നമുക്ക് ഇതിൽ കാണിക്കേണ്ടത് എന്താണെന്ന് ശ്രദ്ധിക്കുക. നമുക്ക് കാണിക്കേണ്ടത് എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് n എടുത്താൽ നമുക്ക് എന്ത് കാണിക്കണം? ആ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം എച്ച് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് കാണിക്കാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എല്ലാ എഫ് ഓഫ് എക്സിലെ എലമെൻറ്റ്സും എന്താണെന്ന് പറയാൻ പറ്റും? ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സിൽ ഉണ്ടെന്നുള്ളത് പറയാം അല്ലേ? എവരി എഫ് ഓഫ് എക്സും എവിടെയുണ്ടെന്ന് പറയാം? ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സിൽ ഉണ്ടെന്ന് പറയാൻ പറ്റും. അങ്ങനെ തന്നിരിക്കുന്ന ഐഡിയലിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? പ്രിൻസിപ്പൽ ഐഡിയലാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, സോ ആദ്യം നമ്മളെന്ത് ഉപയോഗിക്കുക? ഡിവിഷൻ അൽഗോരിതം ഉപയോഗിക്കുക അല്ലേ? എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? നമുക്ക് സം ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ? ഈ ആർ ഓഫ് എക്സിൻ്റെ പോസിബിലിറ്റി എന്താ? ആർ ഓഫ് എക്സ് 0 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കും. എന്ത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആരായി മാറും? ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആയി മാറും അല്ലേ? അപ്പോൾ ആ കേസ് അടുത്ത കേസ് എന്താ? ആർ ഓഫ് എക്സ് എന്തായിട്ട് വരിക? ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആവുക. ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ബൈ ഡിവിഷണൽ അൽഗോരിതം എന്ത് സംഭവിക്കണം? ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ലെസ് ദാൻ ഡിഗ്രി ഓഫ് ആരായിരിക്കണം? ജി ഓഫ് എക്സ് ആയിരിക്കണം അല്ലേ? ഇങ്ങനെ കേസ് അറേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ആർ ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് മൈനസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണെന്ന് നോക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ളത് ആർ ഓഫ് എക്സ് ഈക്വൽ ടു ആരാ? എഫ് ഓഫ് എക്സ് മൈനസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. ജി ഓഫ് എക്സ് ഐഡിയലിലെ എലമെൻ്റാണ് അല്ലേ? ദാറ്റ് മീൻസ് ഏത് ആ എഫ് ഓഫ് എക്സിലെ എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും വീണ്ടും ഇവിടെ തന്നെ വരും. അത് ഐഡിയലിനകത്ത് തന്നെ വരും. ദാറ്റ് മീൻസ് എവിടെ തന്നെ ഉണ്ട് ഇയാൾ? വീണ്ടും നമ്മുടെ ഐഡിയലിന് എന്നിനകത്തുണ്ട്. ഈ എടുത്ത എഫ് ഓഫ് എക്സ് എവിടുത്തെ ആളാണ്? എന്നത്തെ ആളാണ്. എന്നിട്ട് രണ്ടാൾക്കാരുടെ ഡിഫറൻസ് എടുത്താൽ വീണ്ടും ഇവിടെ തന്നെ ഉണ്ടാവും, എന്ന് തന്നെ ഉണ്ടാവും അല്ലേ? ദാറ്റ് മീൻസ് ആർ ഓഫ് എക്സ് എവിടെയുണ്ട്? എന്നിനകത്തുണ്ട് അല്ലേ? പക്ഷേ ആർ ഓഫ് എക്സിൻ്റെ പ്രത്യേകത എന്താ? ആർ ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ആരേക്കാളും ചെറുതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ആർ ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രിയേക്കാളും ചെറുതായിരിക്കണം. പക്ഷേ ജി ഓഫ് എക്സിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള രീതി എങ്ങനെയാണ്? ജി ഓഫ് എക്സ് ആണ് നമ്മളെടുത്ത എന്നിനകത്തുള്ള ഐഡിയലിനകത്തുള്ള സ്മോളസ്റ്റ് ഡിഗ്രിയുള്ള ആളെന്നാണ് നമ്മുടെ സെലക്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്
അല്ലേ? ദാറ്റ് മീൻസ് എന്തിന് കോൺട്രഡിക്ഷൻ ആവും? ആർ ഓഫ് എക്സ് എന്നിലുള്ളതിന് കോൺട്രഡിക്ഷൻ ആവും. ദാറ്റ് മീൻസ് ആർ ഓഫ് എക്സിന് എന്താവാനേ പറ്റുള്ളൂ? 0 ആവാനേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഐ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ഐ ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഇഫ് ദ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1, എഫ് ഓഫ് എക്സ് ബി എനി എലമെൻറ്റ് ഓഫ് എൻ, ബൈ തിയറം എന്തെഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഐ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇഫ് ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓർ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് മസ്റ്റ് ബി ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. ഇതാണ് രണ്ട് ഓപ്ഷൻ ഉള്ളത്. ഇഫ് എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് എൻ ആൻഡ് ജി ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് എൻ ഇംപ്ലൈസ് ദാറ്റ് എന്താണ്? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് ഈസ് ഇൻ എൻ അല്ലേ? ദാറ്റ് ഈസ് ഐഡിയലിനകത്തുണ്ട്. Since g of x is of a non-zero element of minimal degree in n, we must have r of x equal to 0. r of x 0 ആണെങ്കിൽ f of x equal to എന്ത് കിട്ടും? g of x i into q of x കിട്ടും. That means എന്ത് കിട്ടി? n equal to ideal generated by g of x i. That is n-നകത്തുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിനെ സം എലമെൻറ്റ് ഇൻ f of x into g of x എന്ന് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായി മാറി? ആ തന്നിരിക്കുന്ന ഐഡിയൽ പ്രിൻസിപ്പൽ ഐഡിയലായി മാറി. ഇപ്പം നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തത്? ഇഫ് എഫ് ഈസ് എ ഫീൽഡ്, എവരി ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഈസ് പ്രിൻസിപ്പൽ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താ? നെക്സ്റ്റ് തിയറം നോക്കുക. വാട്ട് ഈസ് അവർ നെക്സ്റ്റ് തിയറം? ആൻ ഐഡിയൽ പി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, okay, an ideal p of x generated by p of x not equal to 0 of f of x is maximal if and only if p of x is irreducible over f. എന്താ പറഞ്ഞിട്ടുള്ളത്? p of x എന്ന് പറഞ്ഞാൽ p of x വെച്ച് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഐഡിയൽ മാക്സിമലാന്ന് പറയണമെങ്കിൽ എപ്പോഴാണ് പറ്റുക? തന്നിരിക്കുന്ന p of x എന്തായിരിക്കണം? ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, സപ്പോസ് ദാറ്റ് the p of x ideal generated by p of x not equal to singleton 0 is a maximal ideal of f of x. So maximal ideal of f of x എന്ന് എടുത്താൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? തന്നിരിക്കുന്ന p of x ഇറഡ്യൂസിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ഇറഡ്യൂസിബിൾ എന്ന് പറഞ്ഞാൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റരുത്. ഓക്കെ, ദെൻ ദ ഐഡിയൽ ജനറേറ്റഡ് p of x നോട്ട് ഈക്വൽ ടു f of x. എന്തുകൊണ്ടാണ്? ഐഡിയൽ ജനറേറ്റഡ് p of x മാക്സിമൽ ഐഡിയലാണ്. മാക്സിമൽ ഐഡിയൽ ഒരിക്കലും എന്താവില്ല? നമ്മുടെ ഫുൾ റിംഗ് ആയി മാറില്ല അല്ലേ? ദാറ്റ് മീൻസ് അപ്പോൾ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. സോ പി ഓഫ് എക്സ് മസ്റ്റ് ബി എലമെൻറ്റ് ഓഫ് എഫ്. പി ഓഫ് എക്സ് എലമെൻ്റ് അല്ല, പി ഓഫ് എക്സ് നോട്ട് എൻ എലമെൻറ്റ് ഓഫ് എഫ്. ഓക്കെ, സോ പി ഓഫ് എക്സ് നോട്ട് എൻ എലമെൻറ്റ് ഓഫ് എഫ്. പി ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ആണെങ്കിൽ എന്താണ്ടാവുക? പി ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ആണെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് പോളിനോമിയലാവും. കോൺസ്റ്റൻറ്റ് പോളിനോമിയലായി അതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്യുന്ന റിംഗ് ആരായി മാറും? ഫുൾ എഫ് ഓഫ് എക്സ് ആയി മാറും. ഓക്കെ ഓക്കെ അപ്പോൾ എന്ത് പ്രകാരം ഒരു ഡിഗ്രി എന്താണ്? അതിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്നുള്ള കാര്യം ഉറപ്പായി അല്ലേ? നൗ ലെറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുക. കാരണം നമ്മൾ എന്താ കാണിക്കണത്? തന്നിരിക്കുന്ന പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലം അസ്യൂം ചെയ്തു അത് റെഡ്യൂസിബിൾ ആണെന്ന്. ഓക്കെ, ലെറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ബി എ ഫാക്ടറൈസേഷൻ ഓഫ് പി ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ് എന്ന് വിചാരിച്ചു. സിൻസ് പി ഓഫ് എക്സ് ഈസ് മാക്സിമൽ ഐഡിയൽ, നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൾസോ എ പ്രൈം ഐഡിയൽ അല്ലേ? നമ്മൾ കണ്ടതാണ് എല്ലാ മാക്സിമൽ ഐഡിയലും എന്ത് ഐഡിയലാണ്? പ്രൈം ഐഡിയലാണ്. അപ്പോൾ നമ്മുടെ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സും എന്ത് ഐഡിയലാണ്? ഒരു മാക്സിമൽ ഐഡിയലാണ്. മാക്സിമൽ ഐഡിയൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ബിലോങ്സ് ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആണെങ്കിൽ എന്തുണ്ടാവണം? എ ബി ബിലോങ്സ് ടു പി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം? ഒന്നുകിൽ എ ബിലോങ്സ് ടു പി ഓർ ബി ബിലോങ്സ് ടു പി പറയാൻ പറ്റണം അല്ലേ? സോ ഇവിടെ എന്ത് പറയാൻ പറ്റും? ഒന്നുകിൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഓർ ജി ഓഫ് എക്സ് ബിലോങ്സ് ടു ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ്. രണ്ടാണെങ്കിലും എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കുക. സോ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ് ഓർ ജി ഓഫ് എക്സ് ബിലോങ്സ് ടു ഐഡിയൽ ജനറേറ്റഡ് പി ഓഫ് എക്സ്. ദാറ്റ് ഈസ് എന്താ കിട്ടണം? അപ്പോൾ ഒന്നുകിൽ എഫ് ഓഫ് എക്സ് ഓർ ജി ഓഫ് എക്സ് ഹാസ് പി ഓഫ് എക്സ് ഹാസ് എ ഫാക്ടർ അല്ലേ? എന്താ പറയണത്? അപ്പോൾ ഒന്നുകിൽ എഫ് ഓഫ് എക്സിന് അല്ലെങ്കിൽ ജി ഓഫ് എക്സിന് എന്ത് വേണം? പി ഓഫ് എക്സ് ഹാസ് എ ഫാക്ടർ ആയിട്ട് വരണം അല്ലേ?
അങ്ങനെ ഫാക്ടറായിട്ട് വന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെൻ വി കാൺ ഹാവ് ദ ഡിഗ്രി ഓഫ് ബോത്ത് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ദ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ്. എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? തൊട്ട് മുമ്പത്തെ പ്രസംഷൻ പ്രകാരം നമുക്ക് എന്ത് കിട്ടിയത്? ഒന്നുകിൽ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ആര് വേണം? പി ഓഫ് എക്സ് ഫാക്ടറായിട്ട് വരണം. എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് ആരെ ഡിവൈഡ് ചെയ്യണം? എഫ് ഓഫ് എക്സിനെ അല്ലെങ്കിൽ ജി ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരേ സമയത്ത് എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ജി ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും എങ്ങനെ എഴുതാൻ പറ്റില്ല? നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എഫ് ഓഫ് എക്സിൻ്റെയോ അല്ലെങ്കിൽ ജി ഓഫ് എക്സിൻ്റെയോ ഡിഗ്രി എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി ഒന്നുകിൽ പി ഓഫ് എക്സിനേക്കാളും ഒരാളുടെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അത് ഈക്വലായിട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പി ഓഫ് എക്സിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് പി ഓഫ് എക്സിന് എന്തായേ പറ്റുള്ളൂ? ഇറഡ്യൂസിബിൾ ആയേ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഓവർ എഫ്. അടുത്തെന്താ പറയണേ? അടുത്ത ഭാഗത്തെ പ്രൂഫ് എന്താ ചെയ്യുക? കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണെന്ന് അസ്യൂം ചെയ്തു. പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആണെങ്കിൽ നമുക്ക് എന്താ അറിയാൻ പറ്റുന്ന കാര്യം? സപ്പോസ് ദാറ്റ് എൻ ഈസ് ആൻ ഐഡിയൽ സച്ച് ദാറ്റ് നമുക്ക് എന്താ കാണിക്കേണ്ടത്? പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണെങ്കിൽ ഓവർ എഫ് ആണെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് പി ഓഫ് എക്സ് മാക്സിമൽ ഐഡിയൽ ആണെന്ന് കാണിക്കണം. പി ഓഫ് എക്സ് എങ്ങനെയാണ് മാക്സിമൽ ഐഡിയൽ എന്ന് കാണിക്കുക? ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു എൻ കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എടുക്കുക. എന്നിട്ട് ആ എൻ ഈക്വൽ ടു ഒന്നെങ്കിൽ പി ഓഫ് എക്സ് ആണെന്ന് കാണിക്കുക, അല്ലെങ്കിൽ എൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെന്ന് കാണിക്കുക. ഓക്കെ, നൗ എൻ ഈസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ ബൈ തിയറം 27.24 അല്ലേ? നമുക്കറിയാം എഫ് ഓഫ് എക്സിൻ്റെ എല്ലാ ഐഡിയലും എന്താണ്? പ്രിൻസിപ്പൽ ഐഡിയലാണ് അല്ലേ? ദാറ്റ് ഈസ് എൻ ഈക്വൽ ടു ഐഡിയൽ ജനറേറ്റഡ് ജി ഓഫ് എക്സ് ഫോർ സം ജി ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് എൻ. ഐഡിയൽ ജനറേറ്റഡ് ബൈ സിംഗിൾ എലമെൻ്റ് ആയതുകൊണ്ട് ഒരു ജി ഓഫ് എക്സ് സെലക്ട് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, നൗ പി ഓഫ് എക്സ് ബിലോങ്സ് ടു എൻ ഇംപ്ലൈസ് ദാറ്റ് എന്താ അതിൻ്റെ അർത്ഥം? പി ഓഫ് എക്സ് എന്നിലുണ്ടെന്ന് പറഞ്ഞ അർത്ഥം പി ഓഫ് എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് എക്സ് ഈക്വൽ ടു സം ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും ഫോർ സം ക്യൂ ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ? അതാണ് ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ. എൻ എന്ന് പറഞ്ഞ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിൻ്റെ മീനിങ് അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? എനിക്കുള്ള ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ് ആണ് അതിൻ്റെ അർത്ഥം അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ജി ഓഫ് എക്സിൻ്റെ ഇൻറ്റു സം എലമെൻറ്റ് ഇൻ പ്രൊഡക്റ്റ് ഓഫ് റിംഗിലെ എലമെൻ്റ് ആണെന്നുള്ളതാണ് പറയുന്നത് അല്ലേ? സോ പി ഓഫ് എക്സ് ഈക്വൽ ടു ആരാ? ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതിയിരിക്കണം അല്ലേ? ബട്ട് പി ഓഫ് എക്സ് എന്താണ്? പക്ഷേ നമുക്കറിയാവുന്ന കാര്യം, നമ്മളടുത്ത അസംഷൻ പ്രകാരം പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണ്. പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആയാൽ എന്ത് സംഭവിക്കണം? പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട് ഈ ഫാക്ടറുകളിൽ ഏത് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഫാക്ടറുകളിൽ ഏതെങ്കിലും ഒരാൾ എന്തായി വന്നേ പറ്റുള്ളൂ? ഒരാളുടെ ഡിഗ്രി ആരാവണം? 0 ആയി വന്നേ പറ്റുള്ളൂ അല്ലേ? കാരണം അത് ഇറഡ്യൂസിബിൾ ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനേക്കാളും താഴ്ന്ന ഡിഗ്രിയുള്ള പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പ്രസ് ചെയ്യാൻ പറ്റരുത്. അതാണ് എന്തിൻ്റെ മീനിങ്? ഇറഡ്യൂസിബിൾ എന്ന് പറഞ്ഞാലുള്ള മീനിങ് അല്ലേ? ദാറ്റ് മീൻസ് ജി ഓഫ് എക്സ് ഓർ ക്യൂ ഓഫ് എക്സ് ഈസ് ഓഫ് ഡിഗ്രി 0. ഇഫ് ജി ഓഫ് എക്സ് ഈസ് ഓഫ് ഡിഗ്രി 0 എന്ത് കിട്ടും? ഇറ്റ്സ് എ നോൺ സീറോ കോൺസ്റ്റൻറ്റ് ഇൻ എഫ് അല്ലേ? ഡിഗ്രി 0 എന്ന് പറഞ്ഞാൽ നോൺ സീറോ കോൺസ്റ്റൻ്റ് ആയി മാറും. ദെൻ ജി ഓഫ് എക്സ് ഈസ് എ യൂണിറ്റ് ഇൻ എഫ് ഓഫ് എക്സ് ആൻഡ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ എന്തായി മാറും? ഫുൾ എഫ് ഓഫ് എക്സ് ആയി മാറും അല്ലേ? നമ്മുടെ ഫാക്ടറുകളിൽ ഒന്നെങ്കിൽ ജി ഓഫ് എക്സ് അല്ലെങ്കിൽ ക്യൂ ഓഫ് എക്സ്, ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രിയാണ് 0 എന്ന് പറഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രി 0 ആണെങ്കിൽ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരായി മാറും? എഫ് ഓഫ് എക്സ് ആയി മാറും. ഇനി തിരിച്ച് ആർ ഓഫ് എക്സിൻ്റെ ഡിഗ്രിയാണ് അല്ലെങ്കിൽ ക്യൂ ഓഫ് എക്സിൻ്റെ ഡിഗ്രിയാണ് 0 എങ്കിൽ, ക്യൂ ഓഫ് എക്സിൻ്റെ ഡിഗ്രിയാണ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു സം സി ആണ്, സി എലമെൻറ്റ് ഓഫ് എഫ്. ദെൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു ആരായി മാറും? സം 1/c ഇൻറ്റു ആരായി മാറും? പി ഓഫ് എക്സ് ആയി മാറും. ദാറ്റ് മീൻസ് ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ആരിനെയും മാറും? ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിനെയും മാറും. അപ്പോൾ അതായത് എന്തായി മാറും? അത് ഈക്വൽ ടു എൻ ആയി മാറും. സോ രണ്ട് സൈഡിൽ നമ്മൾ കാണിച്ചു എന്ത് ഇടയിലെടുത്തിട്ടുള്ള എൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആരായി മാറുന്നുണ്ട്? ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആയി മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ 1 ആയി മാറുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? പി ഓഫ് എക്സിനേക്കാളും എന്ന് പറഞ്ഞാൽ ഐഡിയലിനേക്കാളും വലുതായിട്ടുള്ള ഒരു പ്രോപ്പർ ഐഡിയൽ എഫ് ഓഫ് എക്സിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമൽ ആയിരിക്കും.
Okay.